ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എനിക്കൊണ്ട് കുറച്ച് 1-2 ആഴ്ചയായി തോന്നുന്നു നമ്മുടെ ബ്യൂട്ടി വ്ളോഗ് ചെയ്തിട്ട് അങ്ങനത്തെ നമ്മുടെ വെനസ്ഡേ വന്നിരിക്കുന്നു. വെനസ്ഡേ ബ്യൂട്ടി വ്ളോഗുമായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു റെയിനി സീസൺ, അതായത് നമ്മുടെ മൺസൂൺ മഴക്കാലത്തെ സ്കിൻ കെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അത് നമുക്ക് ചെയ്യാം. മഴ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എപ്പോഴും. എങ്കിലും എല്ലാവരുടെയും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന ഫേസ് റിലേറ്റഡ് ആണ് ഞാൻ കൂടുതലും നോക്കുന്നത്. ഹെയറിനെക്കാട്ടിലും കൂടുതൽ ഞാൻ സ്കിന്നിനാണ് ഇമ്പോർട്ടൻസ്. നമ്മുടെ ഇതിൽ കൂടുതലായിട്ട് ഞാൻ റെമഡീസ് പറയാറ്. അപ്പോൾ അതിൽ പ്രധാനം എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ ഒരു പ്രധാന പ്രശ്നമാണ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് മുഖത്ത് വരുന്ന കരിമംഗല്യം എന്ന് പറയും. രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഡാർക്ക് സ്പോട്ട്സ്, പല പല ഈവൻ അല്ലാത്ത ടോണ്. മുഖത്തിന് തന്നെ പല സ്ഥലത്ത് പല കളറാണ്. ചില സ്ഥലത്ത് ഡാർക്ക് ആയിരിക്കും, ചില സ്ഥലത്ത് ലൈറ്റർ ആയിരിക്കും. അങ്ങനെ ഒരു ഈവൻ ടോൺ ഇല്ലാണ്ടിരിക്കുക, ഏറ്റക്കുറച്ചിൽ വരിക, കളർ ഡിഫറൻസ്. പിന്നെ ഈ കരിമംഗല്യം ഒരു മേജർ ഇഷ്യൂ ആണ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. അത് പ്രായം കൂടുന്നതോറും കൂടി വരുന്നതാണ് പലർക്കും ഉണ്ടാകുന്ന അനുഭവം. പിന്നെ ചിലർക്ക് മൂക്കിൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കും, ചിലർക്ക് നെറ്റിയായിരിക്കും, ചിലർക്ക് ചീക്സ് ആയിരിക്കും, ചിലർക്ക് ഹോൾ ഫേസിൽ അവിടെ പാച്ചായിരിക്കും. പിന്നെ ഒരുപാട് ബ്ലമിഷസ്, നമുക്ക് ഈ മുഖക്കുരു വന്ന പാടുകൾ, പിന്നെ അല്ലാണ്ട് തന്നെ ഡാർക്ക് സ്പോട്ട്സ്, സൺ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ എത്ര മെത്തേഡ്സ് ചെയ്താലും നമുക്ക് മതിയാവാറില്ല. എല്ലാവർക്കും എല്ലാ മെത്തേഡും ചിലപ്പോൾ ഒരു കറക്റ്റ് ആവണം എന്നില്ല. ചിലർക്ക് ചില മെത്തേഡ്സ് വളരെ എഫക്റ്റീവ് ആയിരിക്കും, ചിലത് വേറെ കുറച്ച് ആൾക്കാർക്ക് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാനിതിന് മുന്നേയും പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഇതുപോലെ ബ്ലമിഷസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനുള്ള ധാരാളം റെമഡീസ് പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റൊരു റെമഡി. ഓക്കെ, അത് കുറേ പേർക്ക് ഇഫക്റ്റീവ് ആയിരുന്നു, ചിലർക്ക് ഇഫക്റ്റീവ് അല്ലാണ്ടിരിക്കാം. പക്ഷേ ഇത് ഒരു ഏകദേശമൊക്കെ ഒരു 90% ആൾക്കാർക്കും ഇഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പ്രധാനമായിട്ട് എന്താ അറിയാം, ഉരുളക്കിഴങ്ങ് തന്നെയാണ്. പൊട്ടറ്റോ ഭയങ്കരമായിട്ട്, പൊട്ടറ്റോയെക്കുറിച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പൊട്ടറ്റോയെക്കുറിച്ച് പറയുന്നത് തന്നെ ഒരുപാട് നാച്ചുറലായിട്ടുള്ള ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു ബ്ലീച്ചിങ് ആണല്ലോ, സ്കിന്ന് ബ്ലീച്ച് ആകുമ്പോൾ ആണല്ലോ ഈ കരുവാളിപ്പും കാര്യങ്ങളും ടാനും ഒക്കെ മാറുന്നത്. അപ്പോൾ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി നാച്ചുറലായിട്ടുള്ള കാര്യമാണ് പൊട്ടറ്റോ. ഏറ്റവും കൂടുതൽ പൊട്ടറ്റോ ആണ് പണ്ട് തൊട്ട് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മുഖത്തുള്ള ടാൻ മാറാനും കറുത്ത കരുവാളിപ്പ് മാറാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് തന്നെയാണ് എൻ്റെ ഒരു പ്രധാന ചേരുവയായിട്ട് ഞാൻ കാണിക്കുന്നത്. പിന്നെ എനിക്കെപ്പോഴും തൈര് വലിയ ഇഷ്ടമാണ്, പക്ഷേ ഇതിൽ ഞാൻ തൈര് ഉപയോഗിക്കുന്നില്ല. അല്ലാണ്ട് നമ്മുടെ ലിക്വറൈസ് പൗഡർ, അത് മറ്റൊരു പ്രോഡക്റ്റാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളൊന്നാണ്. അതും സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉള്ള കാര്യമാണ് ലിക്വറൈസ്. ഇരട്ടി മധുരം, അതും പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും പൗഡറായിട്ട്, പൗഡർ ഫോമിൽ ലിക്വറൈസ് പൗഡർ. പിന്നെ അതാണ് എൻ്റെ രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത് മസൂർ ദാൽ, അതും എൻ്റെ ഫേവറേറ്റാണ്. മസൂർ ദാൽ ഓറഞ്ച് കളറിലെ ചെറിയ പരിപ്പാണ് മസൂർ ദാൽ. അതിനും ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും സ്കിന്ന് കളർ തരാനും ഒക്കെ ഉള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. കാരണം ഈ സ്കിന്ന് കളർ തരിക എന്ന് പറയുമ്പോൾ ഞാനത് വൈറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്കിൻ ടോണ് തിരിച്ച് കിട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ മലിനീകരണവും സൂര്യൻ്റെ എന്താ പറയുക, സൂര്യരശ്മികളുടെ അമിതമായ ഉപയോഗം കൊണ്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കാതെ കുടയില്ലാണ്ടും സൺസ്ക്രീനില്ലാതെയൊക്കെ സൂര്യപ്രകാശത്തിനടിയിൽ ചെന്ന് നിന്ന് ഉണ്ടാകുന്ന ഡാമേജസ്, അതുകൊണ്ടുണ്ടാകുന്ന ഭയങ്കരമായ ടാൻ, അങ്ങനത്തെ കാര്യം. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ, ധാരാളമായിട്ട് ഫ്രീ റാഡിക്കൽസിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ പല രീതിയിലും ഫ്രീ റാഡിക്കൽസ് പ്രവർത്തിച്ചിട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഡാമേജസ്, അത്തരം ഡാമേജസ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പോയാലും സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്താലും നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ചു തരാം. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ, അതായത് ഞാനൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തു, ഒരു സ്കിൻ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ചു. അപ്പോൾ ഇതിങ്ങനെ വരും കേട്ടോ, ഒരു പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് മാറും. കണ്ടല്ലോ, അതങ്ങനെയാണ്. അത് അന്തരീക്ഷത്തിൻ്റെ കോണ്ടാക്റ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ കളർ മാറുന്ന കാര്യം തന്നെയാണിത്. പക്ഷേ ഇത് വളരെ എഫക്റ്റീവാണ്. ഈ ജ്യൂസും അതിൻ്റെ താഴെ കുറച്ച് നേരം വെച്ചാൽ സെഡിമെൻറ്റ്സ് പോലെ ഇങ്ങനെ ഒരു വൈറ്റ് കാര്യം കാണാം, അതതിൻ്റെ സ്റ്റാർച്ചാണ്. അതിങ്ങനെ ഇതിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഉപയോഗിക്കാം, ഇതിൽ നിന്ന് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇത് സ്ഥിരമായിട്ട് ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഇതിനകത്ത് കോട്ടൺ പാഡ് മുക്കിയിട്ട് മുഖത്ത് എല്ലാ ദിവസവും തടവി കൊടുക്കുക നമ്മുടെ ഫേസിൽ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഇത് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, എല്ലാ ദിവസവും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു
കട്ടിയുള്ള ഭാഗം വൈറ്റ്, ഓക്കെ, ഒരു ക്രീമിഷ്, ഇത് അതിൻ്റെ സെഡിമെൻറ്റ്സ് ആണ്. ഇതും വളരെ എഫക്റ്റീവാണ്. ഇത് നമുക്ക് ക്രീം രൂപത്തിൽ ആക്കി മുഖത്ത് തേക്കാം. ഇതും നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ പൊട്ടാറ്റോ പൗഡറായിട്ട് കിട്ടും. അതിനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലേപനം പോലെ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ മുഖത്ത് ഈ കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉള്ള ഭാഗത്ത് പുരട്ടിയാൽ എഫക്റ്റീവായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ഞാൻ ഈ സ്റ്റാർച്ചിൻ്റെ ഈ ഒരു പൊട്ടറ്റോയുടെ ഈ കട്ടിയുള്ള ഭാഗം ഇതിനകത്തേക്കാണ് നമ്മുടെ ഇത് കണ്ടല്ലോ, ഇതാണ് മസൂർ ദാലിൻ്റെ പൊടി. ഇതും അതിൽ നിന്നും കുറച്ചെടുക്കാം. പിന്നെ അതുപോലെ ഇതേ നോക്കിക്കോളൂ, ഇത് ലിക്വർ റൈസ് പൗഡർ, ഇരട്ടി മധുരത്തിൻ്റെ പൊടി, ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് ഈ മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ ഈ ഒരു ജ്യൂസി പാർട്ടും കൂടി മിക്സ് ചെയ്യാം ആവശ്യാനുസരണം. ഉരുളക്കിഴങ്ങിൽ അസിലിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. അസിലിക് ആസിഡിനും ഇതുപോലെ സ്കിൻ ലൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ബ്ലീച്ചിങ് പ്രോപ്പർട്ടി കൂടാണ്ടാണ് അസിലിക് ആസിഡും ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടറ്റോയ്ക്ക് ഉരുളക്കിഴങ്ങിന് ഇത്രയും നമ്മുടെ സ്കിന്നിനെ സഹായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ മുടി ഒന്ന് കെട്ടി വെച്ചോട്ടെ. അപ്പോൾ ഇതാണ് അടുത്ത പരിപാടി. ഇന്ന് ബാൻഡൊന്നും കാണുന്നില്ല, മുടി കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് ബാൻഡ് കാണുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇത് ഫുള്ളായിട്ട് എടുക്കുന്നു, ഉരുളക്കിഴങ്ങിൻ്റെ സെഡിമെൻറ്റ്സ്. ഓക്കെ, ഇത് മസൂർ ദാൽ പൗഡർ, ഇത് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എടുത്തു. നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. അതുപോലെ ലിക്വർ റൈസ് പൗഡറും 1/2 ടീസ്പൂൺ എടുക്കുന്നു, ആദ്യത്തെ സെക്ഷൻ. ഇനി ഇതിനോടൊപ്പം പൊട്ടറ്റോ ജ്യൂസ്, കളർ മാറിയിരിക്കുന്ന ജ്യൂസിൽ നിന്നും ആവശ്യാനുസരണം. ഇത് ഭയങ്കര എഫക്റ്റീവ് കാര്യമാണ് കേട്ടോ. എടുത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണമല്ലോ, ലൂസൻ ചെയ്യാനായിട്ട്, അതാണ് ഉപയോഗിക്കുന്നത്, പേസ്റ്റ് ആക്കാനായിട്ട്. ഏകദേശം ഒരു 2 സ്പൂണോളം എടുത്തു. അപ്പോൾ എത്ര വേണം അതനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ 1/2 ടീസ്പൂണല്ലേ എടുത്ത പോരാ, ഇച്ചിരി കൂടെ എടുക്കാം. ഓക്കെ, ഫുൾ ഫേസിലും കഴുത്തിലുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം മുഖത്ത് ഈ കരിവാളിപ്പുള്ള ഭാഗത്ത് മാത്രമായിട്ടും വേണമെങ്കിൽ തേക്കാം കേട്ടോ, ഹോൾ ഫേസ് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു 1/2 ടീസ്പൂണും കൂടി ലിക്വർ റൈസ് പൗഡർ ഇടുന്നു. അതുപോലെ 1/2 ടീസ്പൂണും കൂടി നമ്മുടെ മസൂർ ദാലും ചേർക്കുന്നു. പൊട്ടറ്റോ ജ്യൂസ് കുറച്ചുകൂടി ഒഴിക്കുന്നു. അതൊക്കെ ആവശ്യാനുസരണം നമുക്കാകാം. മുഖത്ത് പുരട്ടാൻ പറ്റുന്നൊരു പേസ്റ്റാക്കി എടുക്കണം, അതാണ് മെയിൻ. മണമൊക്കെ ഉണ്ട്, ലിക്വർ റൈസിനൊക്കെ ഒരു മണമുണ്ട് കേട്ടോ. അതെല്ലാം കൂടി വരുമ്പോൾ നല്ല മണമാണ്. ഒരു ചന്ദന നിറത്തിലുള്ള ഒരു പേസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മാജിക് പേസ്റ്റ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം മുതലായ കാര്യങ്ങളെല്ലാം മാറും. അപ്പോൾ ഈ ഒരു പേസ്റ്റ് നമുക്ക് എല്ലാ ദിവസവും ഇടണമെന്നില്ല, ആഴ്ചയിൽ ഒരു 3 ദിവസമോ എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് അരച്ച് കിട്ടുമ്പോൾ അതിൽ നിന്നുള്ള ജ്യൂസും സെഡിമെൻസുമായിട്ട് രണ്ടാവുന്നു. ആ ജ്യൂസ് പാർട്ട് ഒരു കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുക. ഇത് കോട്ടൺ പാഡ് മുക്കി എല്ലാ ദിവസവും മുഖത്ത് തേക്കണം, അത് വളരെ നിർബന്ധമാണ്. ഇനി ഇത് നമുക്ക് പുരട്ടി കൊടുക്കാം. അത് ഇച്ചിരി ജ്യൂസും കൂടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇഫക്റ്റീവ് റെമഡിയാണ്, വളരെ ഇത് വലിയ ചിലവുള്ള കാര്യമല്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യം തന്നെയാണ്. സാധാരണയായിട്ട് ഈ ഭാഗത്തൊക്കെയാണ് കൂടുതൽ കറുപ്പ് വരുന്ന എല്ലാവർക്കും പിഗ്മെൻറ്റേഷൻ. പക്ഷേ ഫുൾ ഫേസിലിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യുക. ബാക്കി എല്ലാ ദിവസവും അതിൻ്റെ ജ്യൂസ് മാത്രം പുരട്ടുക. ലിക്വർ റൈസ് പൗഡറിനും ഒരുപാട് ലൈറ്റനിങ് വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. എല്ലാ അടയാളങ്ങളും ബ്ലെമിഷസും ഒക്കെ ഫെയ്ഡ് ചെയ്യിക്കും. പിന്നെ മാത്രമല്ല, മുഖം മോയ്സ്ചറൈസ് ചെയ്ത് നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനും ലിക്വർ റൈസ് പൗഡറിന് സാധിക്കും. മസൂർ ദാലിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസ് കൊണ്ട് ഡാമേജ് ആകുന്ന സെല്ലുകളുടെ എണ്ണം കുറയുകയും നമ്മുടെ ചെറുപ്പം, അതായത് പ്രിമച്വർ ഏജിങ് തടയും. പെട്ടെന്ന് വയസ്സാക്കില്ല. ആ പ്രായമായി നല്ല വയസ്സാകാറാകുമ്പോൾ മാത്രമേ വയസ്സാവുള്ളൂ. നമ്മുടെ സ്കിന്നിനെയൊക്കെ കുറച്ചുകൂടി റിങ്കിൾ ഫ്രീ ആക്കി തരും. മസൂർ ദാലിന് അങ്ങനെ ഒരു കഴിവുണ്ട്. സ്കിന്ന് കളർ കൂട്ടുന്നത് കൂടാണ്ട് നല്ല ബ്രൈറ്റാക്കും. പിന്നെ എന്താ പറയുക, ടാനൊക്കെ ഫെയ്ഡ് ചെയ്യിക്കും, അടയാളങ്ങളൊക്കെ മാറ്റും.
കൂടാണ്ട് റിങ്കിൾസൊക്കെ മാറ്റും, ചുളിവുകൾ മുതലായ കാര്യം. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 കാര്യങ്ങളും വളരെ വളരെ എഫക്റ്റീവാണ് സ്കിന്നിന്. ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം. ഞാൻ ഹെയർ ബാൻഡ് വയ്ക്കാത്തതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച്, കംപ്ലീറ്റ് പറ്റില്ല, ആ സൈഡ്സൊക്കെ വിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി ഇത് നന്നായിട്ട് ഇത് എല്ലാ ഭാഗത്തും ഞാനിങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യും. ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളിത് തുടയ്ക്കും. ലൂക്ക് വാം വാട്ടർ കൊണ്ട് വേണമെങ്കിലും തുടയ്ക്കാം, നോർമൽ വെള്ളം കൊണ്ട് വേണമെങ്കിലും തുടയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഇടട്ടെ. ഇപ്പം നന്നായിട്ട് ഉണങ്ങി. എനിക്ക് ശരിക്കും ചുണ്ടനക്കാൻ പറ്റുന്നില്ല ഉണങ്ങിയിട്ട്. അയ്യോ ഭയങ്കര ഡ്രൈ ആയി കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് വെറ്റാക്കാം കുറച്ചൊന്ന്. ഓവറായിട്ട് ഡ്രൈ ആയിപ്പോയി. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ നോക്കൂ കുറച്ചൊന്ന് നനച്ച് കുതിർത്തിട്ട് റിമൂവ് ചെയ്ത് കളയാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളും കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ് സ്കിന്നിന്. ഇത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ ഇട്ട് കാണിക്കാറില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ഇടണം. ഓക്കെ. വേറൊരു ഫ്രഷ് എടുക്കാം. കംപ്ലീറ്റ് കലങ്ങിയ വെള്ളം. ഇനി ഞാൻ കുറച്ച് ഫ്രഷ് വാട്ടർ വെച്ചിട്ട് ബാക്കി വൃത്തിയാക്കാം. കുഞ്ഞിൻ്റെ വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കുറേ വെറ്റ് ടിഷ്യൂ ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഇത് ഓക്കെയാണ്. മുഖം നല്ല ബ്രൈറ്റായില്ലേ, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ. ഭയങ്കര ലൈറ്റനിങ്, നല്ല ഒരു ഗ്ലോ. അതാണ് ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട്. ഇനി ഒരു വെറ്റ് ടിഷ്യൂ വെറുതെ വെച്ചിട്ട് തുടയ്ക്കാം. കണ്ണാടി നോക്കി ചെയ്യാമോ? തലമുടിയിലൊക്കെ കുറച്ചായിട്ട്. യെസ്, നോക്കിക്കോളൂ, ഇതാണ് എൻ്റെ ഒരു എൻഡ് റിസൾട്ട്. ഞാൻ കഴുത്തിലിട്ടിട്ടില്ല, പക്ഷേ കുറച്ചിങ്ങനെ താഴേക്ക് വാട്ടറൊക്കെ ആയി, അതാണ് ഇവിടെ കുറച്ച് നനഞ്ഞിട്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇത് ഫൈനലായിട്ട് ഞാൻ ഇനി വാഷ് ബേസിന് പോയി ഒന്നുകൂടി നന്നായിട്ട് വാഷ് ചെയ്യും. പക്ഷേ സോപ്പ് അല്ലെങ്കിൽ എന്താ പറയുക ഫേസ് വാഷ് അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട. ജസ്റ്റ് ക്ലീൻ ആണല്ലോ, കുറച്ച് നല്ല ഫ്രഷ് വാട്ടർ കൊണ്ടൊന്ന് വാഷ് ചെയ്യാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് മോയ്സ്ചറൈസറും കൂടി ഇടാം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. കാണുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ സ്കിൻ റിജുവിനേറ്റിംഗ്, ടാൻ റിമൂവൽ, ബ്ലെമിഷസ് പോവുക, പിന്നെന്താ പറയുക ബ്രൈറ്റൻ ചെയ്യുക, ആൻഡ് ഫൈനലി ഒരു വൈറ്റനിങ്, നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കളറ് എൻഹാൻസ് ചെയ്ത് കിട്ടും ടോട്ടലായിട്ട്. ഇതാണ് ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്നത്. അപ്പോൾ ഇത് ചെയ്യുക. എല്ലാ ആഴ്ചയിലും ഒരു 3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യം തന്നെയാണ്. അതായത് ഒരു 90% ആൾക്കാർക്കും ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകും. പക്ഷേ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും അത് റെഗുലറായിട്ട് ചെയ്യണം, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം, റിലീജിയസ് ആയിട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ പറയില്ലേ, എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യണം. ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്തിട്ട് അയ്യോ ഇപ്പോൾ റിസൾട്ട് കിട്ടിയില്ല, അങ്ങനെയല്ല. ഇതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടും. പക്ഷേ ഇത് പെർമനൻ്റായിട്ട് റിസൾട്ടായി മാറണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ഇങ്ങനെ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പൊട്ടറ്റോയുടെ വെള്ളം മാത്രമായിട്ട് മേളിൽ പൊങ്ങി നിൽക്കുന്ന ഒരു വാട്ടർ കളർ മാറിയൊരു വെള്ളം ഉണ്ടാവുമല്ലോ, അത് അന്തരീക്ഷമായിട്ട് ബന്ധം വരുമ്പോൾ തന്നെ ആ പൊട്ടറ്റോയുടെ കളർ മാറുന്നതാണ്. അത് ആരുടെ കുഴപ്പമില്ല, അതതിൻ്റെ പ്രോപ്പർട്ടീസ് അങ്ങനെയാണ്, ഈ അറ്റ്മോസ്ഫിയറായിട്ട് മിക്സായി വരുമ്പോൾ അതിൻ്റെ. ഓക്കെ, അപ്പോൾ
അത് നമ്മൾ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതെല്ലാ ദിവസവും അത് കോട്ടൺ പാഡിൽ മുക്കിയിട്ട് മുഖത്ത് തേച്ചിട്ട് ഒരു 10, 15, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ കിടക്കുമ്പോൾ രാത്രി അത് പുരട്ടിയിട്ട് കിടന്നാലും കുഴപ്പമില്ല. എവറി ഡേ ചെയ്യുക. അതെല്ലാ ദിവസവും ചെയ്യുക. ഇത് ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക. അപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്താൽ ഏകദേശം എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ആ വൈറ്റ് പാർട്ട് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് 2-3 ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. ആഴ്ചയിൽ 3 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ കണക്കാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള ഒരു 1.5 ടീസ്പൂൺ വരെ നമുക്ക് യൂസ് ചെയ്യാം അറ്റ് എ ടൈം. ബാക്കി സൂക്ഷിച്ച് വയ്ക്കുക. ഒരു 1.5 വലിയ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. ആവശ്യത്തിന് എല്ലാം കിട്ടും. 3 ദിവസത്തേക്കുള്ളത് കിട്ടും. പിന്നെ ഒരാഴ്ചത്തേക്കുള്ള ആ ജ്യൂസും കിട്ടും. ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. ഭയങ്കര വ്യത്യാസമായിരിക്കും. നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടും, നന്നായിട്ട് ഫെയ്ഡാവും. മുഖത്തുള്ള കരുവാളിപ്പ്, കരിമംഗല്യം, കറുത്ത പാടുകൾ എല്ലാം ഫെയ്ഡായി വരും. നമുക്ക് കളർ കൂടുതലായിട്ട് കിട്ടി തുടങ്ങും. നമ്മുടെ സ്റ്റാനൊക്കെ മാറും, നല്ല ബ്രൈറ്റാവും, സ്കിന്ന് നല്ല ടെക്സ്ചറാകും, നല്ല മോയ്സ്ചറൈസ്ഡ് ആകും. അപ്പോൾ ഇതൊന്നും പാടുള്ള കാര്യമല്ല. ലിക്രൈസൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. ലിക്രൈസ് പൗഡർ, പിന്നെ മസൂർ ദാൽ വാങ്ങി പൊടിച്ച് വെച്ചാൽ മതി. ആൻഡ് ഉരുളക്കിഴങ്ങ് വീട്ടിലുള്ള കാര്യമാണ്. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗ് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്കൊക്കെ തരാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്യൂട്ടി ടിപ്പായിട്ട് അടുത്ത ആഴ്ച വരാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇനി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചെയ്യാം. എനിക്ക് സമയക്കുറവ് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് മോട്ടിവേഷൻ ക്ലാസ്സസ് ആണെങ്കിലും, അതായത് മൺഡേ മോട്ടിവേഷനും അതുപോലെ തന്നെ വെനസ്ഡേയിലത്തെ ബ്യൂട്ടി വ്ളോഗും ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നുണ്ട്. പക്ഷേ ഭയങ്കര ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടാണ്. ക്ഷമിക്കുക. ഇനി കഴിയുന്നിടത്തോളം ഞാൻ പറ്റുന്ന പോലെയൊക്കെ കുറച്ചുകൂടി റെഗുലർ ആവാനായിട്ട് നോക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.